എക്സലിൽ രണ്ട് തരം സർക്കിൾ ചാർട്ട് അഥവാ ഡോണറ്റ് ചാർട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്നത് രണ്ട് തരത്തിലുള്ള രണ്ട് മോഡലിലുള്ള സർക്കിൾ ചാർട്ടാണ്. പ്രൊജക്റ്റ് 1, പ്രൊജക്റ്റ് 2. ഇതിൽ പ്രൊജക്റ്റ് 1ൻ്റെയും പ്രൊജക്റ്റ് 2ൻ്റെയും നമുക്ക് പെർസെൻറ്റേജ് മാറ്റുമ്പോൾ സർക്കിളിലുണ്ടാകുന്ന മാറ്റങ്ങളും അതിൽ ടെക്സ്റ്റിൽ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായി മാറുന്നത് നമുക്ക് കാണാം. ഇനി സർക്കിൾ ചാർട്ട് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പ്രൊജക്റ്റ് 1ൽ 65%, പ്രൊജക്റ്റ് 2ൽ 78% ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റിമൈൻഡർ എന്ന കോളത്തിൽ 100%-ൽ 65% കഴിച്ച് ബാക്കി വരുന്ന 35% ആണ് വരുന്നത്. ഇതിലെങ്ങനെ ഫങ്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈക്വൽ ടു 1 മൈനസ് 65%. നമുക്കിനി പ്രൊജക്റ്റ് 2ലും അതേപോലെ ഫങ്ഷൻ ചെയ്യാം. ഈക്വൽ ടു 1 മൈനസ് പ്രൊജക്റ്റ് 2ലെ പെർസെൻറ്റേജ്. ഇതിന് ശേഷം നമുക്കിനി പ്രൊജക്റ്റ് 1 സെലക്ട് ചെയ്ത് നമുക്ക് ചാർട്ട് ഉണ്ടാക്കാം. അതായത് തന്നെ പ്രൊജക്റ്റ് 1ൽ പെർസെൻറ്റേജ് റിമൈൻഡർ സെലക്ട് ചെയ്ത് ഇൻസേർട്ട്, അതിൽ ചാർട്ട് ഏരിയ സെലക്ട് ചെയ്യുക, അതിൽ ഡോണറ്റ് ചാർട്ട്. ഇപ്പോൾ നമുക്ക് ഡോണറ്റ് ചാർട്ട് റെഡി ആയിട്ടുണ്ട്. അതിൽ ഡിലീറ്റ് ഉണ്ട് ചാർട്ട് ടൈപ്പ്, അതും ഡിലീറ്റ് ചെയ്യുക. ഈ ചാർട്ടിൽ നീല കാണുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റിൽ അച്ചീവായ പ്രൊജക്റ്റ്. ഇതിൽ ബാക്കി വരുന്ന പെർസെൻറ്റേജാണ് ഓറഞ്ച് കാണുന്നത്. ഇത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഒരു ഫോർമാറ്റ് ചാർട്ട് ഏരിയൻ്റെ ഓപ്ഷൻ വരും. അതിൽ ഓറഞ്ച് ഇതിൽ കാണുന്ന ബാക്കി വരുന്നത് സെലക്ട് ചെയ്ത് അതിൽ ഫിൽ, അതിൽ നമുക്ക് കളർ കുറച്ച് ലൈറ്റായ കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ ഡോണറ്റിൻ്റെ സൈസ്, ഹോൾ സൈസ് നമുക്കൊരു 55 ഈ ഒരു പെർസെൻറ്റേജിൽ മാറ്റി കൊടുക്കാം. നമുക്ക് ഈ പൈ ചാർട്ടിൻ്റെ ആംഗിൾ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഈ ചാർട്ടിൽ നമുക്കൊരു എത്ര പെർസെൻറ്റേജ് പ്രൊജക്റ്റ് 1ൽ അച്ചീവ് ചെയ്തു എന്നുള്ളത് നമുക്കൊരു ടെക്സ്റ്റിൽ ഈ സർക്കിളിൻ്റെ നടുവിലായി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ഇൻസേർട്ടിൽ ടെക്സ്റ്റ്, അതിൽ ഈക്വൽ ടു കൊടുക്കുക, അതിൽ പെർസെൻറ്റേജ് സെലക്ട് ചെയ്ത് ഓക്കെ. ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് സൈസ് എഡിറ്റ്, നമുക്ക് കളറും നീലയായി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ 65% ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഇൻസേർട്ടിൽ ടെക്സ്റ്റ് ആഡ് ചെയ്താൽ മാത്രമേ നമുക്കിപ്പോൾ ചാർട്ടിൻ്റെ പൊസിഷൻ മാറ്റുമ്പോഴും ആ 65% എന്നുള്ളത് പൊസിഷൻ നമുക്ക് മാറുന്നില്ല. അത് നമ്മൾ പിന്നീട് ആഡ് ചെയ്ത ടെക്സ്റ്റ് ആണെങ്കിൽ കൂടി ആ സർക്കിളിൻ്റെ നടുവിൽ തന്നെ കിടക്കുന്നത് അതുകൊണ്ടാണ്. പ്രൊജക്റ്റ് 1ൻ്റെ പെർസെൻറ്റേജ് ഇതേപോലെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സർക്കിളും അതേപോലെ ടെക്സ്റ്റും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യുന്നത് കാണാം. ഇനി നമുക്ക് അടുത്ത സർക്കിൾ ചാർട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യത്തെ ചാർട്ടിന് ബ്ലൂ കളറാണ് കൊടുത്തത്. അതിനടുത്തത് പ്രൊജക്റ്റ് 2ന് ഒരു ഗ്രീൻ കളർ കൊടുക്കാം. അതിനുശേഷം സെലക്ട് ചെയ്യാതെ തന്നെ, ഡാറ്റ ഒന്നും സെലക്ട് ചെയ്യാതെ തന്നെ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക, അതിൽ ചാർട്ട്, അതിൽ ഡോണറ്റ് ചാർട്ട് എടുക്കുക. അതിൽ ചാർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ സെലക്ട് ഡാറ്റ, അതിൽ ചാർട്ട് ഡാറ്റ റേഞ്ചിൽ നമ്മളൊന്നും സെലക്ട് ചെയ്യേണ്ട, അതിൽ ആഡ്, അതിൽ സീരീസ് നെയിം ബ്ലാങ്കായി തന്നെ കൊടുക്കുക. അതിൽ സീരീസ് വാല്യൂ, അതിൽ ബ്രാക്കറ്റിൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആ 1 എടുക്കുക, സ്കേസർ വെച്ചതിന് ശേഷം കോമ കൊടുത്ത് നമുക്കൊരു 20 പ്രാവശ്യം 1 കൊടുക്കാം. ഓക്കെ, 20 ടൈംസ്. ഓക്കെ, അതിനുശേഷം പ്രസ് ഓക്കെ.
ഇനി ചാർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് എടുക്കുക. അതിൽ ഹോൾ സൈസ് നമുക്കൊരു 55 കൊടുക്കുക. അതിന് ഫില്ലിൽ കളറെല്ലാം ഗ്രീൻ തന്നെ കൊടുക്കുക. നമുക്കിപ്പോൾ ചാർട്ട് മൊത്തം ഒറ്റ കളർ തന്നെ ആഡ് ആയിട്ടുണ്ട്. നേരെ താഴത്തെ ഡാറ്റ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഡിലീറ്റ്. ഇനി നമുക്ക് ചാർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ സെലക്ട് ഡാറ്റ, അതിൽ ആഡ്, അതിൽ സീരീസ് നെയിമിൽ നമുക്ക് പ്രൊജക്റ്റ് 2 സെലക്ട് ചെയ്യാം. അതിൽ സീരീസ് വാല്യൂ ആദ്യമുള്ളത് ഒഴിവാക്കി ബാക്ക് സ്പേസ് അടിക്കുക. പുതിയത് നമുക്ക് പ്രൊജക്റ്റ് 2ൻ്റെ പെർസെൻറ്റേജും റിമൈൻഡർ ആഡ് ചെയ്ത് പ്രസ് ഓക്കെ. ഇപ്പം നമുക്ക് ചാർട്ട് ഓൾമോസ്റ്റ് നമുക്ക് റെഡിയാണ്. വീണ്ടും നമുക്ക് ആ ചാർട്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചേഞ്ച് സീരീസ് ചാർട്ട് ടൈപ്പ്, അതിൽ പ്രൊജക്റ്റ് 2 അതാണ് നമ്മളിപ്പോൾ സർക്കിൾ ചാർട്ട് ചെയ്യുന്നത്. അതിൽ സെക്കൻഡറി ആക്സിസ് ടിക്കറ്റ് കൊടുക്കുക. ഓക്കെ. നമുക്ക് ചാർട്ടിൻ്റെ കളർ മാറ്റി കൊടുക്കാം. ഗ്രീൻ കൊടുത്തതിന് ശേഷം ഓറഞ്ച് കളറിലുള്ള ഭാഗത്ത് നമുക്ക് വൈറ്റ് കൊടുക്കാം. അതിൻ്റെ ട്രാൻസ്പെറൻസി ഒരു 29 വെച്ച് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ടിൽ ടെക്സ്റ്റ് എൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് ഈക്വൽ ടു കൊടുത്ത് പ്രൊജക്റ്റ് 2ൻ്റെ പെർസെൻറ്റേജ് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കത് സൈസ് എഡിറ്റ് ചെയ്യാം. അതിന് നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കാം. രണ്ട് തരത്തിലുള്ള സർക്കിൾ ചാർട്ടുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും ഇതേപോലെ സർക്കിൾ ചാർട്ടുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.